Find the inverse of each of the matrices if exist. താഴെ പറയുന്ന ഓരോ മാട്രിക്സിൻ്റെയും ഇൻവേഴ്സ് കാണും. അത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ല, ഡിറ്റർമിനൻ്റ് 0 അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്. ഫസ്റ്റ് 2 - 2 4 3. ഓരോ ക്വസ്റ്റ്യൻ തരാം, അത് ഇത് ചെയ്യാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്നാണ്. ഈ മാട്രിക്സിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡിറ്റർമിനൻ്റ് കാണും. ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ പിന്നെ കാണണ്ട, ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ല. ഡിറ്റർമിനൻ്റ് 0 അല്ലെങ്കിൽ ഇത് ചെയ്യണം. ഡിറ്റർമിനൻ്റ് എ 6 + 8 14, 6 + 8 16. അഡ്ജ് എ കാണാൻ നല്ല സുഖമാണ്. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാം, ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാം. 2 3 ഇൻ്റർചേഞ്ച് ചെയ്ത് 3 2. ഇതിൻ്റെ സൈൻ ചെയ്തത് 2 - 4. അപ്പോൾ 3 2 2 - 4 14. ഡിവൈഡ് ചെയ്യാം. 2/14. 2/14 ഒറ്റ സ്റ്റെപ്പ് ചെയ്യുക. 1/7 -4/14 -2/7 2/14 1/7. ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ്. 3/14 2/14 1/7 -4/14 -2/7 2/14 1/7. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അതിൽ ഇൻവേഴ്സ് കാണുന്നതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 2 3 0 2 4. ഒന്ന് ബോർഡൊന്ന് ക്ലീൻ ആക്കട്ടെ. ഞാൻ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് മായ്ച്ചു പോയിട്ടോ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നുകൂടി നോട്ട് ചെയ്ത് വെക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് each of the matrix if exists. അപ്പോൾ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 2 3 0 2 4 0 0 5. ഇതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്. ഇതിനെ നമുക്ക് എ എന്നെടുക്കാം. ഇനി ആദ്യം ഡിറ്റർമിനൻ്റ് എ കാണാം. ഫസ്റ്റ് കോളം വെച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് കോളം വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് വെച്ച് ചെയ്താൽ മതി. 1 × ഡിറ്റർമിനൻ്റ്. ആണ് ഡിറ്റർമിനൻ്റ്. ഇനി അഡ്ജ് എ കാണണം.
ഈ അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്, ഡിറ്റർമിൻ്റ് 0 അല്ല. അഡ്ജ് എ ബൈ ഡിറ്റർമിൻ്റ് എ ആണ് എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ അഡ്ജ് എ കാണണം. ആദ്യം A11 1, അതിൻ്റെ മൈനർ M11 ആഡ് ചെയ്യുക കാണും, കോഫാക്ടർ കാണും. അപ്പോൾ നേരത്തെ പോലെ 2405 1ൻ്റെ മൈനർ 2405 10 A11 minus 1 square into M11 10. ഇനി A12 M12 0405 0 A12 0. ഇതാണ് എ ഇൻവേഴ്സിൻ്റെ ആദ്യ ക്വസ്റ്റ്യൻ. A13 3 M13 3 ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 A13 0. ഇനി അടുത്ത എലമെൻറ്റ് 0 ആണ്. A21 0 M21 23 05 2305 10 A21 minus 10 ഇനി A22 എന്നുള്ള എലമെൻറ്റ് 2, അതിന് കറസ്പോണ്ടിങ് ആയി M22 ഡിറ്റർമിനൻ്റ് ആ റോയും കോളും ഡിലീറ്റ് ചെയ്യും. 1305 5 A23 4 M23 1200 0 A23 0. ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് A22 കാണണം. 5 തന്നെ വരിക, അത് വിട്ടുപോയിട്ടുള്ളൂ. അപ്പോൾ 2-നുള്ള 5 അതിൻ്റെ കോഫാക്ടർ 5 കിട്ടി. 234ൻ്റെ 0 കിട്ടി, അതിൻ്റെ കോഫാക്ടർ ഓട്ടോമാറ്റിക് 0. അടുത്ത എലമെൻറ്റ് A31 0 ആണ്, അതിൻ്റെ മൈനർ M31 2324 2 A31 2 A32
0, M32, 1304, 1304, A335, M33, 1202, 2, A33, 2. അപ്പോൾ നമുക്ക് എല്ലാ കോഫാക്ടറും കിട്ടി. ഈ കോഫാക്ടറിൻ്റെ ഒക്കെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അഡ്ജ് എ, ഓരോ കോഫാക്ടർ എടുക്കാം. A11 10, A11, A12 0, A13 0, A21 -10, A22 5, A32 0, A31 2, A32, M32 കണ്ടിട്ടുണ്ട്. അതിൻ്റെ A32 എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ -4 ആയിരുന്നു. A332, ഇതാണ് അഡ്ജോയിൻ്റ് കിട്ടുക. ഇതല്ല, ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് കിട്ടുക. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഇതെന്ന് പറഞ്ഞാൽ -10 0 -10 5 0 2 -4 2. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് എ ബൈ ഡിറ്റർമിൻ്റ് എ എന്നാണ്. ബൈ ഡിറ്റർമിൻ്റ് എ 10 ആണ്. ഓരോന്നിനും ഡിവൈഡ് ചെയ്യും. 1 -1, 2 by 10 1/5, 0, 5 by 10 1/2, -4 by 10 -2/5, 0 0 1/5. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് കാണുന്ന ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ. Two 1 3 4 -1 0 -7 2 1. ഇതാണ് 2 1 3 4 -1 0 -7 2 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് കാണണം. ഇതിനെ നമുക്ക് എ എന്നെടുക്കാം. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് എ ബൈ ഡിറ്റർമിൻ്റ് എ ആണ്. അത് ഡിറ്റർമിനൻ്റ് കാണാം. ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണോ അല്ലേ എന്ന് പറയാം. 2 × -1 0 2 1
-1 ഇൻറ്റു 40 - 71 4 - 1 - 72 determined A equal to 2 into -1 - 0 -1 -1 into 4 plus 3 into 8 minus 7 1 4 into 2 8 minus 7 into minus 1 7 8 minus 7 1 minus 2 minus 4 plus 3 minus 3 ഡിറ്റർമിനൻ്റ് -3 എന്ന് കിട്ടി. ഇനി ഓരോ എലമെൻ്റ് എടുക്കുക, അതിന് കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ എലമെൻറ്റിന് കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കാണാം, അഡ്ജോയിൻ്റ് കാണാനും വേണ്ടി. ഫസ്റ്റ് എലമെൻറ്റ് 2, അതിന് കറസ്പോണ്ടിങ് മൈനർ M11 -1 0 2 1 -1 A11 -1 square into M11 -1 A12 അത് 1 ആണ്. M12 A12 എന്ന് പറഞ്ഞ റോയും കോളും ഡിലീറ്റ് ചെയ്ത 40 -71 4 A12 -4 A13 3 ആണ്. അതിന് കറസ്പോണ്ടിങ് മൈനർ M13 4 -1 -72 8 -7 1 A13 1 A21 4 M21 റോയും കോളും ഡിലീറ്റ് 1 3 2 1 1 -6 -5 A21 5 A22 -1 M22 23 -71 A23 0. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് A22 കാണണം. സോറി, M22ൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓരോന്നങ്ങനെ ആലോചിക്കുമ്പോഴേ A21 A22ൻ്റെത് 2 + 21 23 A22 -1/4 M22 23 A23 M23 4 + 7 11 A23 -11 A31 -1 ആണ്. അതിൻ്റെ മൈനർ M31 ആണ്. A31 -7 ആണ്.
ക്ലിയർ വരുന്നില്ല. അപ്പോൾ M31 അതിൻ്റെ മൈനർ 1 3 -1 0 3 A31 -1⁴ M31 3 A32 2 M32 determinant 2 3 4 0 -12 A32 12 ഒരു ഒന്നുകൂടി ഉണ്ട്, ഉള്ള സ്പേസ് ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു A33 1. അപ്പോൾ അതിൻ്റെ മൈനർ M33. ഇത് തറവാന് വേണ്ടിയിട്ടാണ് എങ്ങനെ എഴുതുന്നത്. ഇനി അങ്ങോട്ട് തറവായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ A11 A12 അത് എഴുതിയാൽ മതി. നമുക്കിങ്ങനെ അതിലേക്ക് എത്താം. 2 1 4 -1 -2 -4 -6. അപ്പോൾ A33 M33 അപ്പോൾ -6 1 × -6. ഓക്കെ, ഇനി നമുക്ക് അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ കോഫാക്ടർ മാട്രിക്സ് എഴുതും, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിൻ്റ് -3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മായ്ക്കാം. അഡ്ജ് എ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മാട്രിക്സ് A11 ഇക്വലൻ്റ് ആയിട്ട് -1, A12 -4, A13 1, A21 5, A22 23, A23 A23യുടെ A21 A22 A23 ഇതാ, അതിന് -11, A31 3, A32 12, A33 -6. ഇതിൻ്റെ ട്രാൻസ്പോസാണ് അഡ്ജോയിൻ്റ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് -1 -4 1 5 23 -11 3 12 -6. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പോസ് കിട്ടുക. -153 -4 23 12 1 -11 -6. അപ്പോൾ അഡ്ജ് ചെയ്യാൻ കിട്ടി. അഡ്ജ് ചെയ്യാൻ തറോ. അപ്പോൾ ഇതൊക്കെ കാണുന്നത് കറക്റ്റ് മനസ്സിലായി. അഡ്ജോയിൻറ്റും ഇങ്ങനെ പതുക്കെ ചെയ്ത് പഠിച്ചാൽ എല്ലാം ക്ലിയർ ആവും. ഇനി A ഇൻവേഴ്സ്, അതിൻ്റെ ഇക്വേഷൻ അഡ്ജ് A ബൈ ഡിറ്റർമിൻ്റ് A ആണ്. അഡ്ജ് A എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി -1 5 3 -4 23 12 1 -11 -6 ബൈ ഡിറ്റർമിൻ്റ് A -3 എന്ന് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടുള്ളിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇൻവേഴ്സ് റെഡിയായി. 1/3
5/3 minus 5/3 minus 1 by minus 3 1/3 minus 5/3 minus 1 4/3 minus 23/3 minus 4 minus 1/3 11/3 2. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതാണ് ഇൻവേഴ്സ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഇൻവേഴ്സ് കാണുന്നത് റെഡിയായി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. വൺ മൈനസ് 1 2 0 2 minus 3 3 minus 2 4. ഇതിൻ്റെ ഇൻവേഴ്സ് കാണണം. ആദ്യം നമുക്ക് ഈ മെട്രിക്സ് എ എന്ന് പേര് കൊടുക്കണം. 1 minus 1 2 0 2 minus 3 3 minus 2 4. എ എന്നുള്ള മെട്രിക്സ് ഈ മെട്രിക്സിന് എ എന്ന് നമ്മൾ പേര് കൊടുത്തു. ഇനി അടുത്തത് എ ഇൻവേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. അത് അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ എന്നാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് എ ആദ്യം കാണാം. 1 into 2 minus 3 minus 2 4 minus 1 plus 1 into 0 minus 3 3 4 plus 2 into 0 to 3 minus 2 8 minus 6 2 plus 9 plus minus 12 minus 1 എന്ന് കിട്ടും. 9 plus 2 11 minus 12 minus 1. ഇതാണ് ഡിറ്റർമിനന്റ് കിട്ടുക. ഇനി നമുക്ക് അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്, ഡിറ്റർമിനന്റ് 0 അല്ല. അപ്പോൾ ഇനി ഡിറ്റർമിനന്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇൻവേഴ്സ് കാണാം, അഡ്ജയെ കാണണം. നേരത്തെ കണ്ടതുപോലെ കോഫാക്ടർ കാണാം, എന്നിട്ട് അഡ്ജോയിൻ്റ് കാണാം, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, അഡ്ജോയിൻ്റ് കിട്ടും, എന്നിട്ട് അതിനെ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ.